ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിൻ്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നു വിവരങ്ങളുമായി. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ഷഫീദ്. വിവരങ്ങൾ. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഇന്നലെ മുഖ്യമന്ത്രി ഒരു അടിയന്തര യോഗം വിളിക്കുകയും ആ യോഗത്തിൽ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗിലടക്കം ഉൾപ്പെട്ടിട്ട ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധയല്ല, അതൊരു പിഴവായി വെറുതെ സംഭവിക്കുന്ന ഒരു പിഴവല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇതിനുശേഷമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ ഒരു പരിശോധന നടത്താൻ, ഒരു വിശദമായ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്താനുള്ള ഒരു തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അർഹർ, ആരൊക്കെയാണ് അനർഹർ എന്നുള്ള കാര്യം അത് കൃത്യമായി അറിയാൻ കഴിയും. വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അർഹർ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം, വകുപ്പ് തല നടപടി അടക്കമുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തുടങ്ങാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മസ്റ്ററിംഗിനടക്കം കൂടുതൽ ശ്രദ്ധ പുലർത്താൻ സംസ്ഥാന സർക്കാർ ഇന്നലെ തീരുമാനിച്ചിരുന്നു. പ്രത്യേകിച്ച് മരിച്ചവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കുക, വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കുക, ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ധനവകുപ്പിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും. ഷഫീദ് റാവുത്തർ.